100% സ്വന്തം കാശ് കൊണ്ട് മാത്രം വ്യാപാരം നടത്തുന്നവർ താരതമ്യേന കുറവായിരിക്കും. വ്യാപാരം നടത്തുന്നവർ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ബിസിനസ്സിലേക്ക് കാശ് വാങ്ങി അവർക്ക് ലാഭവിഹിതം കൊടുത്തുകൊണ്ടാണ് ധാരാളം ബിസിനസ്സുകൾ ഇന്ന് നടക്കുന്നത്. മറ്റൊന്ന്, കുറേ ആളുകൾ തന്നെ നേർക്കുനേരെ ബിസിനസ്സിൽ ഇടപെടുന്നില്ലെങ്കിലും പലരും ബിസിനസ്സിലേക്ക് കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങനെ മാസവീതോ വർഷത്തിലോ അതിൻ്റെ ലാഭം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഓരോ ടൗണിലും എൻ്റെ ഒരു ചെറിയ പരിചയം വെച്ച് നോക്കുമ്പോൾ 100% സ്വന്തം കാശ് കൊണ്ട് മാത്രം നടത്തുന്ന ബിസിനസ് ഇന്ന് കുറച്ച് കുറവാണ്. തീരില്ല എന്നൊന്നും ഞാൻ പറയില്ല, കുറവാണ്. മിക്ക ബിസിനസ്സിലും മറ്റുള്ളവരിൽ നിന്ന് ഷെയർ എടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർഡായി വരുന്നവരും അല്ലാത്തവരൊക്കെ ഇങ്ങനെ ബിസിനസ്സിക്ക് കാശ് കൊടുത്തിട്ട് ലാഭം വാങ്ങണവരാണ്. അതൊക്കെ തെറ്റാന്നൊന്നുമല്ല പറയുന്നത്. എന്നാലും ആ രംഗത്ത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന രൂപങ്ങൾ പലതും ഹറാമാണ്. അതുകൊണ്ട് എത്രമാത്രം പറയുന്നു, എൻ്റെ സംസാരം കേൾക്കുന്നവരിൽ നേരിട്ടോ അല്ലാതെ എൻ്റെ സംസാരം കേൾക്കുന്നവരാരെങ്കിലും ബിസിനസ്സിലേക്ക് പണം കൊടുത്ത് അതിൻ്റെ പേരിൽ ഇങ്ങനെ ലാഭം വാങ്ങുന്നവരാണെങ്കിൽ ആ ചെയ്തു വെച്ച രീതി ഹലാലായതാണോ അല്ല എന്ന് ഒരാലിമിനോട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. കാരണം അവിടെ കുറേ സംഗതികളുണ്ട്. കച്ചവടക്കാർ ഷെയർ വാങ്ങുന്നു, ചെയ്യേണ്ടത് അങ്ങനെയും ചിലർ വരാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഒരു ബിസിനസ്സിലേക്ക് പണം കൊടുക്കും, ഉസ്താദ് എന്നാൾ ഒരു ബിസിനസ് കുറച്ച് കാശ് വെച്ചിരുന്നു, എൻ്റെ അടുത്ത് കുറച്ച് കാശുണ്ട്, നമ്മളത് കൊടുക്കാമെന്ന് കരുതിയിരിക്കണം, എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ്, എങ്ങനെയാണ് നമുക്കത് ഹറാമ് വരാതെ ചെയ്യാനുള്ള മാർഗം ഏതാണ്? മുൻകൂട്ടി അന്വേഷിക്കുന്നവരുണ്ട്. അതാണ് ഒരു മുസ്ലിമിൻ്റെ നല്ല സ്വഭാവം. പലരും അങ്ങനെ ചെയ്യൂല. ഹലാലായ വരുമാനം എന്ന് കരുതിയിട്ട് ചെയ്തു വെച്ചത് പലതും ഹലാലല്ല. അപ്പോൾ അങ്ങനെ ബിസിനസ്സിലേക്ക് അങ്ങനെ ചിലരൊക്കെ വരുമ്പോൾ പിന്നീട് ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ രൂപം ശരിയല്ല, അത് പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഹലാലിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ട് കക്ഷിയും കൂടി ഒന്നിച്ച് വന്ന് കരാറ് മാറ്റി എഴുതിയ അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്കൊരു മനസ്സ് വേണം അതിന്. ഉദാഹരണത്തിന് പെട്ടെന്ന് പറയണം, ഞാൻ അതിൻ്റെ എല്ലാ മസാലകളിലേക്ക് ഉള്ളിൽ കടന്ന് ചെല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു ബിസിനസ്സിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ്സിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ലാഭം വരുന്നു. ഇത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലാവണമെങ്കിൽ ധാരാളം നിബന്ധനകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, നമ്മൾ ലാഭം നിശ്ചിത സംഖ്യയായി നിശ്ചയിക്കാൻ പാടില്ല. ലക്ഷത്തിന് 2500 തരാം, അല്ലെങ്കിൽ ലക്ഷത്തിന് 2000 തരാം, അല്ലെങ്കിൽ മാസവീതം 5000 തരാം. ബിസിനസ്സിലേക്ക് നമ്മൾ പണം കൊടുക്കുന്നു, അതിൻ്റെ ലാഭവിഹിതം ഒരു നിശ്ചിത സംഖ്യയായി കൃത്യമായി നിശ്ചയിക്കുന്നു. ആ രൂപം രണ്ടാൾക്കും പറ്റിയതല്ല, ഇസ്ലാം അനുവദിച്ചതല്ല. എന്നാൽ പിന്നെ സംഖ്യ പറയാതെ എന്തെങ്കിലും തരാം. എൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് രാജേര് വന്നത് ഞാൻ ഓർക്കുകയാണ്. അയാൾക്കിങ്ങനെ ഇതേമാതിരി ഒരു ക്ലാസ് ഒരുത്തുനിന്ന് കേട്ടതിൻ്റെ ശേഷമാണ് വന്നത്. ഉസ്താദ്, ഞാനൊരു ഇത്ര ലക്ഷം ഒരാളെ ബിസിനസ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലൊന്നും പറഞ്ഞിട്ടില്ല, ലാഭത്തിൽ നിന്ന് എന്തെങ്കിലും തരാമെന്നാണ് പറഞ്ഞത്. പറ്റില്ല, ആ രൂപവും പറ്റില്ല. പിന്നെ എന്താ വേണ്ടത്? ഒരാൾ ഉദാഹരണം പറയുകയാണ്, ഞാനൊരു ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നു, കടം കൊടുക്കല്ല, കടം കൊടുത്താൽ പിന്നെ ലാഭം തിരിച്ചിട്ടില്ല, കടത്തിന് വേണ്ടി ലാഭം തരണം നിർത്താൻ അതിൻ്റെ പേരാണ് ഇസ്ലാമിൽ പലിശ ഇടപാട് പെട്ടതാണത്. 10 ലക്ഷം ബിസിനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ഞാനും അയാളും കൂടിയുള്ള കരാർ, ഈ 10 ലക്ഷം മുഖേന വരുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ടോട്ടൽ അയാളുടെ ബിസിനസ്സിൻ്റെ ലാഭം എത്രയെന്ന് മനസ്സിലാക്കിയാൽ ഈ 10 ലക്ഷത്തിൻ്റെ ലാഭം ഇന്ന് കണ്ടെത്താൻ കഴിയുമല്ലോ. 1 കോടിയാണ് മൊത്തം ആസ്തിയെങ്കിൽ ഈ 10 ലക്ഷത്തിന് അതിൽ എത്രയിലൊന്നെന്ന് മനസ്സിലാക്കാമല്ലോ. ഞാൻ ഈ തരുന്ന പണം നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തി അത് മുഖേന ലഭിക്കുന്ന ലാഭമുണ്ടെങ്കിൽ അത് മുഖേന ലഭിക്കുന്ന ലാഭത്തിൻ്റെ നിശ്ചിത ശതമാനം, ഉദാഹരണം ഒരു 40% എനിക്ക് തരണം, 60% നടത്തിപ്പിൻ്റെ പേരിൽ നിങ്ങൾ എടുക്കാം. 60 40 ഉദാഹരണമാണ്. അത് 10 90 ആയാലും പ്രശ്നമൊന്നുമില്ല, 50 ആയാലും എന്തെങ്കിലും തരിക, അത് പറ്റൂല. എന്തെങ്കിലും തരിക എന്ന് തന്നെ പറ്റൂല. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും തരണം എന്ന രൂപത്തിലാണെങ്കിലും പറ്റൂല. ലാഭവും നഷ്ടവും നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് ഏതായാലും ഞാൻ ലാഭം തരും, അത് പറ്റില്ല. നിശ്ചിത സംഖ്യ 5000 തരാം, 2000 തരാം, ആ രൂപത്തിലുള്ള കരാറും പറ്റില്ല. അതൊക്കെ ഇസ്ലാം നിരോധിച്ച സംഗതികളാണ്. കാരണം ഇസ്ലാമിൽ സുതാര്യമാണ്. എന്താ, ഞാനൊരു 10 ലക്ഷം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തരുന്നു, അത് മുഖേന ഈ കൊടുത്ത സംഖ്യയുടെ ശതമാനമല്ല കേട്ടോ, 10 ലക്ഷത്തിൻ്റെ ശതമാനമല്ല, അത് മുഖേന ഉള്ള ലാഭത്തിൻ്റെ 40% എനിക്ക്, 60% നിങ്ങൾക്ക്, അല്ലെങ്കിൽ 20% എനിക്ക്, 80% നിങ്ങൾക്ക്, അല്ലെങ്കിൽ തിരിച്ച് 80 എനിക്ക്, 20% രൂപത്തിൽ അങ്ങോട്ട് കിട്ടും. അത് ലാഭമുണ്ടെങ്കിൽ മാത്രം. അപ്പം ലാഭമില്ലെങ്കിൽ
ആ കാശ് കൊണ്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നിൽക്കുക, ഒരു കൊല്ലം കൊടുത്തു, ബിസിനസ് ലാഭമല്ല, അതിൻ്റെ പേരിലൊന്നും കിട്ടൂല. കാരണം ആ കാശ് കൊണ്ട് ഞാൻ ബിസിനസ് നടത്തിയാലും ലാഭമില്ലെങ്കിൽ കിട്ടൂലല്ലോ, അതുപോലെ കൊണ്ട് കിട്ടൂല. എനിക്ക് ആ ഒരു വർഷം എൻ്റെ പണം അവിടെ വെറുതെ കിടന്നു എന്ന് പറയാം, അതിമൊന്നും കിട്ടിയിട്ടില്ല. കാരണം ലാഭമല്ല. ഞാൻ സ്വന്തം നടത്തുകയാണെങ്കിലും അങ്ങനെയല്ലേ. ആ ഒരു ലക്ഷം കൊണ്ട് 10 ലക്ഷം കൊണ്ട് അയാൾ നടത്തിയ പണി, അതിലുള്ള അധ്വാനമാണെങ്കിൽ അയാൾക്കും വെറുതെയാണ്, അതിമൊന്നും അയാൾക്കൊന്നും കിട്ടിയിട്ടില്ല, ലാഭമല്ലെങ്കിൽ. നഷ്ടം സംഭവിച്ചാലോ, 10 ലക്ഷം രൂപ ഞാൻ ബിസിനസ്സിക്ക് തന്നു, ഒരു കൊല്ലം ഓടിയപ്പോൾ 10 ലക്ഷം ഉള്ളത് ഇപ്പോൾ 80 ലക്ഷമായി കുറഞ്ഞ, അല്ലാതെ 8 ലക്ഷമായി കുറഞ്ഞേക്കാം, 2 ലക്ഷം നഷ്ടം. എങ്കിൽ ഈ നഷ്ടം രണ്ടാളെയും ബാധിക്കും. എനിക്ക് പണത്തിൽ നഷ്ടം വരും, ഞാൻ കൊടുത്ത 10 8ആയി മാറും. ഞാൻ അയാൾ 10 എനിക്ക് തിരിച്ചറിയണം എന്ന് വാശിയെടുക്കാൻ പറ്റില്ല. അയാൾ മറ്റൊരാളുടെ കാശ് വാങ്ങി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. സ്വന്തം കാശെടുത്തുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ ഇല്ലാത്ത ചില നിയമങ്ങളും നിബന്ധനകളും നിങ്ങളുടെ പണം കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകും. ഇസ്ലാമിൽ അതുണ്ട്. അങ്ങനെ അയാൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് ചെയ്യരുതാത്ത പണി ചെയ്തിട്ടാണ് നഷ്ടം പറ്റിയതെങ്കിൽ ആ നഷ്ടം അയാൾ വകവെച്ചേരണം. 10 ലക്ഷം ഞാൻ രൂപ ബിസിനസ്സിലേക്ക് കൊടുത്തു, അയാൾ ചെയ്യേണ്ട ശരിയായ ചില നിയമങ്ങളുണ്ട്. അയാൾ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ടാണ് നഷ്ടം പറ്റിയതെങ്കിൽ ആ നഷ്ടം ഞാൻ അറിയേണ്ടതില്ല, അയാൾ വകവെച്ചേരണം. അതേസമയം അയാളുടെ ഭാഗത്ത് നിന്ന് അത്ര കുറ്റകരമായ അനാസ്ഥയൊന്നും വന്നിട്ടില്ല. സ്വാഭാവികമായ ബിസിനസ് നഷ്ടം വന്നു. 10 ലക്ഷം ഉള്ളത് 8 ലക്ഷത്തിലേക്ക് മാറിയാൽ 2 ലക്ഷം പണം എനിക്കാണ് നഷ്ടം വരിക, അയാളത് വകവെച്ചേരേണ്ടതില്ല. അയാൾക്ക് അയാളുടെ അധ്വാനവും സമയവും നഷ്ടമായിട്ടുണ്ടാകും. കാരണം അയാൾ ലാഭം ഉണ്ടെങ്കിലല്ലേ അയാൾക്കും കിട്ടുള്ളൂ. ഇനി 1 രൂപയാണ് ലാഭമെങ്കിൽ അതിൻ്റെ 40% എനിക്കുണ്ടാവും. ശതമാനം നിശ്ചയിച്ചനുസരിച്ച് 60% അയാൾക്കുണ്ടാവും. 2 രൂപയാണെങ്കിൽ അതിനുണ്ടാവും. സുതാര്യമായ മാർഗമാണ് ഇസ്ലാമിലുള്ളത്. ലാഭമുണ്ടെങ്കിൽ മാത്രം ആ ലാഭത്തിൻ്റെ ഇത്ര ശതമാനം എനിക്ക്, ഇത്ര ശതമാനം നിങ്ങൾക്ക് എന്ന രീതിയിലാണ് ബിസിനസ്സിലേക്ക് കടം കൊടുക്കേണ്ടത്. അല്ല, കടല്ല, പണം ബിസിനസ്സിലേക്ക് ഷെയറായി കൊടുക്കേണ്ടത്. ഇത്തരം ധാരാളം നിയമങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മർമ്മമായ 1-2 ഉണർത്തി. ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊക്കെ അപ്രിയ സത്യങ്ങളാണ്, പലർക്കും ഇത് അറിഞ്ഞാൽ പണി വെച്ചിട്ട് അറിയൂല ആരും. അങ്ങനെ ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കുന്നത്, എന്നിട്ട് ഹലാലായ ലാഭമാണെന്നുള്ള നിലക്ക് മാസം 6 മാസം കൂടുമ്പോഴോ സംഖ്യ ഇങ്ങനെ വാങ്ങുന്നത് ആഖിറത്തുക്കും അപകടമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആ പണി പറ്റൂല. അല്ലാത്തവർക്ക് ദുനിയാവിൽ പലതും ചെയ്യാം. ബിസിനസ്സിലേക്ക് കാശ് വാങ്ങിയിട്ട് ലാഭം കൊടുക്കുന്ന രൂപത്തിലാണെങ്കിൽ അവിടെയും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിലേക്ക് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ട് ലാഭം കൊടുക്കുന്ന രീതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹലാലാവണമെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള നിയമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കൊടുക്കുന്നവരും അത് ചോദിച്ച് മനസ്സിലാക്കണം. പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ഹലാലായ വഴികൾ തന്നെയുണ്ട്. ആ വഴികളനുസരിച്ചായ പ്രശ്നമൊന്നുമില്ല, കിട്ടുന്നത് ഹലാലാകും, ചിലപ്പോൾ കുറവ് വരും. ഹറാമായ രൂപത്തിൽ കൊടുക്കണവർക്ക് നഷ്ടം പറ്റുന്നുണ്ട്. അപ്പം ഇതൊന്നും നോക്കാതെ നിശ്ചിത സംഖ്യ വേണമെന്ന് പറഞ്ഞ് പലയിടത്ത് കൊടുത്താണ്ട് പോയി എന്നല്ലാതെ അത് പിന്നെ പോയത് കൊണ്ട് മാത്രം, ദുനിയാവിൽ പോയത് കൊണ്ട് മാത്രമേ ഹറാമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ലാഭം കിട്ടിയെന്നതുകൊണ്ട് മാത്രമേ ഹലാലാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കിട്ടുന്ന ലാഭം ഹലാലാണോ എന്നുള്ളത് മറ്റു വിഷയം. ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം, അത് നിയമപരമായി ശരിയാണോ അല്ലേ. പിന്നെ ആരെയും കച്ചവടക്കാരുണ്ടെങ്കിൽ അവനവൻ്റെ ഗുണത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നും ഇങ്ങനെ ഷെയർ വാങ്ങിക്കാണ്ടിരിക്കണ്ട. അയാൾക്ക് ഒരു നിശ്ചിത പരിധിയിൽ അപ്പുറം ഷെയർ വാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അത് മുന്നോട്ട് പോകില്ല. അവസാനങ്ങൾ മുങ്ങേണ്ടി വരും. ഇതിനാണ് ഈ വേണ്ടാത്ത പണി ചെയ്യണത്. ആ ഹിർസ് കൂടണ്ട, ആർത്തി കൂടണ്ട. അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഹലാലായ രൂപത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, സ്വന്തം കയ്യിൽ കാശ് ഹലാലുണ്ടെങ്കിൽ വികസിപ്പിച്ചോളി. അത്യാവശ്യം സംതൃപ്തമായ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആളുകളുടെ ഷെയർ സ്വീകരിച്ച് അത് മുന്നോട്ട് പോയാൽ അത് അവസാനം പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വേണ്ടോ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് കാണും ഏത്തിട്ട്? കാരണം അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊരു അവസാനത്ത് വന്ന് 10 ആൾ ഒന്നിച്ചാൽ തന്ന കാശ് തിരിച്ചു ചോദിച്ചാൽ തന്നെ അവസാനം ബിസിനസ് ഡിമ്മായി പോകും. അപ്പം അതുകൊണ്ട് അവനവനെ ഒരു ഹലാലുകൊണ്ട് കണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഞാനിതാ സംസാരം നിർത്താൻ പോവുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഇന്ന് നടക്കുള്ളൂ, അതാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഒരാൾ ബിസിനസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അയാൾക്ക് മാത്രമല്ല. ഇസ്ലാമിക നിയമം, ഒരാൾ പണമുണ്ടാക്കുമ്പോൾ ആ പണത്തിൽ മറ്റുള്ളവർക്കും അള്ളാഹു അവകാശം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് സക്കാത്ത്.
ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം അയാൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ നിശ്ചയം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ചിലരെ അള്ളാഹു പണക്കാരനാക്കിയത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്, ചിലരെ പാവപ്പെട്ടവരാക്കിയതും അള്ളാഹിൻ്റെ പരീക്ഷണം. സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്, അയാൾക്ക് തോന്നുന്നു അള്ളാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാണെന്ന്. അങ്ങനെ ചിന്തിക്കണ്ട, അള്ളാഹ്ക്കൊരു ദേഷ്യമുള്ള പരീക്ഷണമാണ്. ദാരിദ്ര്യവും പരീക്ഷണമാണ്, ധനവും പരീക്ഷണമാണ്. ദാരിദ്ര്യം എങ്ങനെ പരീക്ഷണം? സാമ്പത്തികമായി പ്രയാസം വന്നപ്പോൾ എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. പ്രയാസം ഉണ്ടെങ്കിലും ഹറാമായ രൂപത്തിൽ ഞാൻ പണം ഉണ്ടാക്കൂല, ഹറാമായ വഴികളിലേക്ക് ഞാൻ പോകൂല, എനിക്ക് ഇവിടെ ഇത്തിരി പ്രയാസമായാലും വേണ്ടിയില്ല, ഹലാലുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം, എൻ്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടരുത്. ഈ മനസ്സോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ സാമ്പത്തിക കുറച്ച് പ്രയാസം വന്നപ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ലേ എന്ന് കരുതിയിട്ട് അള്ളാനെ ശപിച്ചുകൊണ്ട് ഹറാമിലേക്ക് പോവുകയാണോ അല്ലേ? ഈ പരീക്ഷണമാണോ നേരിടുന്നത്? പണമുണ്ടായവനോ, പണം കിട്ടിയപ്പോൾ എൻ്റെ പണം എന്ന വിചാരത്തിൽ അള്ളാനെ മറന്ന പണം ഉപയോഗപ്പെടുത്തുകയാണോ? അള്ള തന്ന പണം ഹിസാബ് ഉണ്ടാകുമെന്ന ബോധത്തിൽ ജീവിക്കാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യമാണ് അവൻ നേരിടുന്നത്. ഇപ്പം എല്ലാവരും വിവിധ അർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ദുനിയാവ് അങ്ങനെ പരീക്ഷയുടെ ലോകമാണ്, പരീക്ഷണത്തിൻ്റെ ലോകമാണ്. റിസൾട്ട് വരുന്ന ജീവിതമാണ് നമ്മൾ ആഖിറം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്, ദാറുൽ ആഖിറ. അതുകൊണ്ട് കച്ചവടക്കാർക്ക് മാത്രമല്ല, മൊത്തത്തിൽ വ്യവസായികളും വ്യാപാരികളൊക്കെ അല്ലാത്തവരും അവനു പണമുണ്ടെങ്കിൽ ആ പണത്തിൽ അള്ളാഹു നിശ്ചയിച്ച ചില ഫർളുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് മാത്രമല്ല, സക്കാത്ത് കച്ചവടങ്ങളിലൊക്കെ പൊതുവേ സക്കാത്തുണ്ട്. വലിയ സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ നാടുകളിൽ പൊതുവേ മിക്ക കച്ചവടക്കാരും സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. ശരിയാണോന്നറിയൂല. വലിയ ടൗണുകളിലും ഗ്രാമങ്ങളിലും ഒക്കെയുള്ള ഏത് കച്ചവടങ്ങളിലും പൊതുവേ കച്ചവടത്തിന് നിബന്ധന വന്നാൽ സക്കാത്ത് 90-99% കച്ചവടക്കാർക്കും, ഇല്ലെങ്കിൽ 90 എന്ന് പറയാം, ചിലപ്പോൾ ഷർത്തക്കാത്ത ചിലതുണ്ടാവാം എന്നുള്ള നിലക്കാണ് മാറ്റുന്നത്. 90% കച്ചവടങ്ങളിൽ സക്കാത്ത് നിർബന്ധം. അത് കൊടുക്കുന്നവരുടെ എണ്ണം കുറവാണ്. കൊടുക്കുന്നവർ തന്നെ ശരിയായൊരു നിയമം പാലിച്ചുകൊണ്ടല്ല കൊടുക്കുന്നുള്ളത് മറ്റൊരു സംഗതി. അതുകൊണ്ട് ഈ കച്ചവടക്കാർ മരിച്ചാൽ വലിയ വേജാണ്. കാരണം അവർക്ക് ഈ സക്കാത്തിൻ്റെ കട മിക്ക ആളുകൾക്കും ബാക്കിയുണ്ടാവും. കൊടുക്കണില്ല എന്നെങ്ങനെ മൂലർക്ക് മനസ്സിലായതാണ്. എൻ്റെ അടുത്ത് വല്ല വല്ലതുകൊണ്ട് ഉസ്താദ് 8 കൊല്ലം, ഇപ്പോൾ ഈ റമദാനിൽ വന്ന് 8 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് ഇതേ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഇനി എന്താ ഉസ്താദെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അവനാൻ്റെ നമ്മളൊക്കെ ഉൾഗ്രാമങ്ങളിലുള്ള പലചരക്ക് കച്ചവടക്കാരില്ലേ, ഓർക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുണ്ടല്ലോ. ചില വലിയ ആളുകൾ കൊടുക്കാറുണ്ട്, വലിയ ബിസിനസ്സുകാർ. അത് മുഴുവൻ നിയമാനുസൃതമാകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു സംഗതി. പക്ഷേ സക്കാത്ത് കച്ചവടക്കാരൊക്കെ, എൻ്റെ സംസാരം കേൾക്കുന്ന ഏത് കച്ചവടക്കാരാണെങ്കിലും കച്ചവടത്തിൽ സക്കാത്തുണ്ടാകുമെന്ന വിഷയം ഒന്ന് തിരിച്ചറിയുകയും അവനവൻ്റെ കച്ചവടത്തിൻ്റെ സക്കാത്തിൻ്റെ നിയമം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി പഠിക്കാനും കേൾക്കാനും അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ തന്നെ പറഞ്ഞ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ് സക്കാത്തിനെ കുറിച്ച്. അപ്പോൾ അതല്ല ഇപ്പോൾ വിഷയം. കുറേ ഇങ്ങനെ ഇരുന്ന് മസല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ബോധം കേൾക്കുന്നവരുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് സക്കാത്ത് കൊടുത്ത് വീട്ടണമെന്നുള്ള നിർബന്ധം കച്ചവടക്കാർക്ക് വേണമെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ആരോട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരോട്. അമുസ്ലിങ്ങളോട് സക്കാത്ത് കൊടുക്കാൻ പറയുന്നില്ല, കാരണം അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. അവരുടെ മർമ്മം ഈമാനാണ്. മുഅ്മിനായാൽ അവിടുന്ന് അങ്ങോട്ടുള്ളതിനനുസരിച്ച് ചെയ്യണം. മുൻകാലത്ത് സക്കാത്തിൻ്റെ കടം കൊടുത്ത് വീട്ടേണ്ടതില്ല. മുസ്ലിമും അമുസ്ലിമും കൂടി ഷെയറായി ചേരുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ മുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ 2% കണക്കാക്കി, വിഹിതത്തിൻ്റെ മൊത്താസ്തിയുടെ അതിൻ്റെ മുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ സക്കാത്തേ കൊടുക്കേണ്ടതുള്ളൂ, ആ മുസ്ലിമിൻ്റെ വിഹിതത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പം മുസ്ലിങ്ങളോടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സക്കാത്തിൻ്റെ കാര്യം മർമ്മമാണ്.